നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ഏവരും കുറെ നാളായിട്ട് കാത്തിരുന്ന ഡിഗ്രി ലെവൽ മെയിൻസ് പരീക്ഷയുടെ സിലബസ് PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചില തസ്തികകൾക്ക് വേണ്ടിയിട്ടുള്ള സിലബസുകളാണ് PSC പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സിലബസ് ഒരുപാട് പേര് ട്രൈ ചെയ്യുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, സെയിൽസ് അസിസ്റ്റന്റ്, സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് SBCID മുതലായ പോസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് ആണ്. ഇതിൽ കുറച്ച് ഏരിയയ്ക്ക് PSC നന്നായിട്ട് തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഏരിയ നോക്കാം, അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാർക്സ് നോക്കാം, ഡീറ്റെയിൽഡ് സിലബസ് നോക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഡീറ്റെയിൽ സിലബസ് ഫോർ ഫൈനൽ എക്സാമിനേഷൻ ഡിഗ്രി ലെവൽ. ഞാൻ പറഞ്ഞതുപോലെ സെയിൽസ് അസിസ്റ്റന്റ്, സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ്, അസിസ്റ്റന്റ് ഇൻ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്, അസിസ്റ്റന്റ് ഓഡിറ്റർ ഇൻ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് KPSC, അഡ്വക്കേറ്റ് ജനറൽസ് ഓഫീസ്, ലോക്കൽ ഫണ്ട് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് മുതലായ ഡിപ്പാർട്ട്മെന്റ്സിലേക്കുള്ള അസിസ്റ്റന്റ്. ഇത്രയും പോസ്റ്റുകളിലേക്ക് വേണ്ടിയുള്ള സിലബസ് ആണ് ഈ പറയുന്നത്. ഇതിൽ പഠിക്കേണ്ട ഏരിയാസ്: ജനറൽ നോളജില് ഹിസ്റ്ററി 5 മാർക്ക്, ജോഗ്രഫി 5 മാർക്ക്, എക്കണോമിക്സ് 5 മാർക്ക്, കോൺസ്റ്റിറ്റ്യൂഷൻ 5 മാർക്ക്, കേരള ഗവേണൻസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ 10 മാർക്ക്, ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് 6 മാർക്ക്, ഫിസിക്സ് 3, കെമിസ്ട്രി 3, ആർട്സ് ലിറ്ററേച്ചർ കൾച്ചർ സ്പോർട്സ് 5, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ 3, ഇമ്പോർട്ടൻറ്റ് ആക്ട്സ് 5, കറണ്ട് അഫയേഴ്സ് 15 മാർക്ക്. കറണ്ട് അഫയേഴ്സിന് 15 മാർക്കാണ് വെയിറ്റേജ്. സിമ്പിൾ അരിത്തമെറ്റിക്, മെന്റൽ എബിലിറ്റി ആൻഡ് റീസണിങ്ങിന് 10 മാർക്ക്, ജനറൽ ഇംഗ്ലീഷിന് 10 മാർക്ക്, റീജിയണൽ ലാംഗ്വേജിന് 10 മാർക്ക്. അപ്പൊ ഈ താഴത്തെ ഏരിയാസ് നോക്കിക്കഴിഞ്ഞാൽ 45 മാർക്കാണ് ഉള്ളത്. ഓക്കെ, കറണ്ട് അഫയേഴ്സ് 15, മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി 10, ജനറൽ ഇംഗ്ലീഷ് 10, മലയാളം 10. ഇത് മൂന്നും 10 മാർക്കും, അതുപോലെ കറണ്ട് അഫയേഴ്സ് 15 മാർക്കും. ബാക്കി ഏരിയാസിന് മാർക്ക് ഡിവിഷൻ കൊടുത്തിട്ടുണ്ട്. മാർക്ക് ഡിവിഷൻ നോക്കുമ്പോൾ ബാക്കി ഏരിയാസ് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നത് കേരള ഗവേണൻസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ, സെക്രട്ടേറിയറ്റ് ഒക്കെ ആയതുകൊണ്ട് ആ ഒരു ഏരിയക്കാണ് കൂടുതൽ വെയിറ്റേജ് വരുന്നത്. പിന്നെ നിങ്ങൾ സിലബസിലേക്ക് കറക്റ്റായിട്ട് ഒന്ന് ആഴത്തിൽ ഇറങ്ങി നോക്കിയാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കുറച്ച് വാസ്റ്റ് ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. അതുപോലെ സിലബസ് എന്ന് പറയുന്നത് നമ്മുടെ LDC സിലബസ് ഉണ്ടല്ലോ, LDC ഇപ്പം സിലബസ് കാണുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ LDC സിലബസും കൂടെ വെച്ചിട്ട് ഒന്ന് കമ്പയർ ചെയ്യുക. അപ്പൊ മലയാളത്തിലുള്ള ടോപ്പിക്ക് കിട്ടും. ഇത് ഇംഗ്ലീഷിലെ സിലബസ് ആയതുകൊണ്ട് അതും കൂടെ വെച്ച് കമ്പയർ ചെയ്താൽ ഏതൊക്കെയാണ് കറക്റ്റായിട്ട് പഠിക്കാനുള്ള ഏരിയാസ് എന്ന് നമുക്ക് മനസ്സിലാകാം. ഇന്ത്യയിലെ നമ്പർ 1 ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമിയിൽ ഇനി വരാനിരിക്കുന്ന എല്ലാ PSC എക്സാമിന് വേണ്ടിയിട്ടും ഉടനെ തന്നെ ബാച്ച് കോഴ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ ബാച്ച് കോഴ്സുകളും 10% ഡിസ്കൗണ്ടോടെ കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. 10th ലെവൽ പ്രിലിംസ് എക്സാമിന് വേണ്ടിയിട്ട് ജനുവരി 12ന് ഒരു 100 days ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, സിലബസ് ഫുള്ളായിട്ട് തന്നെ കവർ ചെയ്യുന്ന രീതിയിൽ. അതുപോലെ ബെവ്കോ LD എക്സാമിന് വേണ്ടിയിട്ട് ജനുവരി 5ന് ഓൾറെഡി ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ബാച്ച് കോഴ്സുകളിലെല്ലാം ജോയിൻ ചെയ്യാവുന്നതാണ്. 10% ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. അതുപോലെ 12th ലെവൽ മെയിൻസ് എക്സാം, CEO എക്സാമിനും CPO എക്സാമിനും സെപ്പറേറ്റ് ആയിട്ട് ബാച്ച് കോഴ്സസ് ജനുവരി 6ന് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടി ഡിസംബർ 22ന് കോഴ്സ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അതുപോലെ SCRT ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു കംപ്ലീറ്റ് ബാച്ച് കോഴ്സ് ഡിസംബർ 15ന് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. HSA എക്സാമിന് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഈ പറയുന്ന എല്ലാ കോഴ്സുകളും 10% ഡിസ്കൗണ്ടിൽ ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ ഒരു ഓഫർ എന്ന് പറയുന്നത് ജനുവരി 7th മുതൽ 12th വരെ നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെങ്കിൽ 3 മാസത്തെ സബ്സ്ക്രിപ്ഷൻ ആണ് എടുക്കുന്നതെങ്കിൽ 1 മാസം എക്സ്ട്രാ ആയിട്ട് കിട്ടുന്നതും, 12 മാസത്തെ സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെങ്കിൽ 2 മാസം എക്സ്ട്രാ ആയിട്ട് കിട്ടുന്നതുമാണ്. 10% ഡിസ്കൗണ്ട് കിട്ടാനുള്ള കോഡ് മറക്കണ്ട, ടിപ്സ് ആൻഡ് ട്രിക്സ്. ഓക്കെ. അപ്പൊ ഹിസ്റ്ററിയിൽ നോക്കാം. അറൈവൽ ഓഫ് യൂറോപ്യൻസ്, കോൺട്രിബ്യൂഷൻസ് ഓഫ് യൂറോപ്യൻസ്, ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ ഫ്രം മാർത്താണ്ഡവർമ്മ ടു ശ്രീ ചിത്രത്തിനാൾ തുടങ്ങി നമ്മൾ എപ്പോഴും കാണുന്ന പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഹിസ്റ്ററി ഓഫ് കേരള ആഫ്റ്റർ 1956. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് നമ്മുടെ LDCയുടെ സിലബസ്, മലയാളത്തിലുള്ള സിലബസ് നോക്കുക, കമ്പയർ ചെയ്യുക. അതേ സിലബസ് തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. അടുത്ത ഇന്ത്യ പൊളിറ്റിക്കൽ ഹിസ്റ്ററി, ഇതും സെയിം സിലബസ് തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നും വരുത്തിയിട്ടില്ല. ഫോറിൻ പോളിസി വരെ. ഓക്കെ. വേൾഡും സെയിം തന്നെയാണ്. ഗ്രേറ്റ് റെവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ടിൽ തുടങ്ങി UNOയും അതർ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസും, ഇതൊക്കെ നമ്മൾ എപ്പോഴും കാണുന്ന ടോപ്പിക്കാണ്. ജോഗ്രഫിയും ബേസിക്സും വ്യത്യാസമൊന്നുമില്ല. ഇന്ത്യൻ ജോഗ്രഫിയും വ്യത്യാസമില്ല, കേരള ജോഗ്രഫിയും വ്യത്യാസമില്ല. എക്കണോമിക്സിൽ വരുമ്പോൾ എക്കണോമിക്സിൽ കുറച്ച് വ്യത്യാസങ്ങൾ കൊടുത്തിട്ടുണ്ട്.
ഇപ്പോൾ ഇന്ത്യ എക്കണോമി, 5-year പ്ലാൻസ്, ന്യൂ എക്കണോമിക് റിഫോംസ്, പ്ലാനിംഗ് കമ്മീഷൻ ആൻഡ് നീതി ആയോഗ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, അഗ്രികൾച്ചർ മേജർ ക്രോപ്സ്, ഗ്രീൻ റെവല്യൂഷൻ, മിനറൽസ്, അവിടെ വരെ ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സസ് ഇൻ ഇന്ത്യ, GSTക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. GST ഇൻ ഇന്ത്യ, റാഷണൽ ആൻഡ് സ്ട്രക്ചർ ഓഫ് GST, ബെനിഫിറ്റ്സ് ഓഫ് GST. അടുത്തത് ഇന്ത്യൻ ഭരണഘടനയാണ്. ഇന്ത്യൻ ഭരണഘടന 5 മാർക്കിനായാലും ടോപ്പിക്സ് ഒരുപാട് തന്നെയുണ്ട്. അതിൽ നമ്മുടെ സാധാരണയുള്ള ടോപ്പിക് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി, പ്രിയാമ്പിൾ, സിറ്റിസൺഷിപ്പ്, ഫണ്ടമെന്റൽ റൈറ്റ്സ്, റിട്ടിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. 5 ടൈപ്പ് റിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, സെർഷ്യൂററി, കോവാറണ്ടോ. അതുപോലെ DPSP അപ്പോൾ നമുക്ക് റിട്ട് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഇവിടെ പുതിയതായിട്ട് വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ സാധാരണ DPSP, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, സ്ട്രക്ചർ ഓഫ് ഗവൺമെന്റ്. ഇപ്പോൾ സ്ട്രക്ചർ ഓഫ് ഗവൺമെന്റ്, യൂണിയൻ എക്സിക്യൂട്ടീവ്, പാർലമെന്ററി, ജുഡീഷ്യറി, സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ ആൻഡ് ജുഡീഷ്യറി, LSG. പിന്നെ ഇമ്പോർട്ടൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്സ്, അത് നമ്മുടെ LDCയുടെ സിലബസിലുണ്ട്. പക്ഷേ അതിലുള്ളതിനേക്കാളും കൂടുതൽ അമെൻമെന്റ്സ്, അതിൽ 91 വരെ ആണെങ്കിൽ ഇവിടെ 97, 101, 102, 103, 104 ഡീറ്റെയിൽ ആയിട്ട് തന്നെ അമെൻമെന്റ്സ് എങ്ങനെ ചോദിക്കും? പ്രസ്താവന രീതിയിൽ തന്നെ ചോദിക്കും. കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റീസ് ആൻഡ് ദെയർ ഫങ്ഷൻസ്, കോംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, AG, അഡ്വക്കേറ്റ് ജനറൽ, അതുപോലെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ, ഫിനാൻസ് കമ്മീഷൻ, സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ. അതായത് ഭരണഘടനാ സ്ഥാപനങ്ങളും അവയുടെ ചുമതലകളും ഏതൊക്കെയാണ് പഠിക്കേണ്ടത് അത് ഡീറ്റെയിൽ ആയിട്ട് എടുത്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, സർവീസസ് അണ്ടർ ദ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്, ട്രൈബ്യൂണൽസ്, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, അതുപോലെ ബാക്ക്വേർഡ് ക്ലാസസ്, ഒഫീഷ്യൽ ലാംഗ്വേജ്, റീജിയണൽ ലാംഗ്വേജ്, ലാംഗ്വേജ് ഓഫ് ദ സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട്, സ്പെഷ്യൽ ഡയറക്റ്റീവ്സ് റിലേറ്റിംഗ് ടു ലാംഗ്വേജസ്. അടുത്ത 10 മാർക്കിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കേരള ഗവേണൻസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ. ഇതിൽ നമ്മുടെ LDCയിലുള്ള കേരളം, ഭരണവും ഭരണ സംവിധാനങ്ങളും അതും വരുന്നുണ്ട്. അതുപോലെ എക്സ്ട്രാ ടോപ്പിക്കുകളും വരുന്നുണ്ട്. ഇമ്പോർട്ടൻറ്റ് പോർഷനാണ് ഇത്. കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ്, ക്വാസി ജുഡീഷ്യൽ ബോഡീസ്, വേരിയസ് കമ്മീഷൻ, ബേസിക് ഫാക്ട്സ് ഓഫ് സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റ്, പ്ലാനിംഗ് ബോർഡ് തുടങ്ങി നമ്മുടെ LDCയുടെ സിലബസിനേക്കാളും കുറച്ചും കൂടി കൂട്ടി ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സിലബസ് കറക്റ്റായിട്ട് നോക്കുക. ഇതിനാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ്. പിന്നെ ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത്, ജീവശാസ്ത്രവും പൊതുജന ആരോഗ്യവും, അത് നമ്മുടെ LDCയുടെ സിലബസിന് സെയിം തന്നെയാണ്. മാർക്ക് ഡിസ്ട്രിബ്യൂഷനും സെയിം ആണ്, 6 മാർക്ക്. ഓക്കെ, ഫിസിക്സിന്റെ സിലബസ് നോക്കിയാലും സെയിം തന്നെയാണ്, 3 മാർക്ക് വെയിറ്റേജ്. ഇതിനൊന്നും ഒരു വ്യത്യാസവും വന്നിട്ടില്ല. കെമിസ്ട്രി 3 മാർക്ക് വെയിറ്റേജ്. ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ ആൻഡ് കൾച്ചർ 5 മാർക്കാണ് വെയിറ്റേജ് വരുന്നത്. LDCക്കും അങ്ങനെ തന്നെയായിരുന്നു. ഞാനിപ്പോൾ LDC ആയിട്ടുള്ള കമ്പാരിസൺ പറയുകയാണ്, അങ്ങനെ തന്നെയായിരുന്നു. അതുപോലെ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടറിനും 3 മാർക്ക് തന്നെയാണ് വെയിറ്റേജ്. സിലബസിൽ വ്യത്യാസമൊന്നും ഇല്ല. ഓക്കെ, അടുത്ത് വന്നിട്ട് ഇമ്പോർട്ടൻറ്റ് ആക്ട്സ്, സുപ്രധാന നിയമങ്ങൾ. നമ്മുടെ LDCയുടെ സെയിം സിലബസ് തന്നെയാണ്, 5 മാർക്ക്. അതിൽ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. പിന്നെ ഇതിൽ എക്സ്ട്രാ ആയിട്ട് വന്നിരിക്കുന്നത് റൈറ്റ് ടു പബ്ലിക് സർവീസസ് വന്നിട്ടുണ്ട്. ഓക്കെ, റൈറ്റ് ടു പബ്ലിക് സർവീസസ് ഇത് എക്സ്ട്രാ ആയിട്ട് വന്നതാണ്. അവിടെ 2ാമത്തെ ടോപ്പിക്ക് പ്രൊട്ടക്ഷൻ ഓഫ് കൺസ്യൂമേഴ്സ് ആയിരുന്നു. ഇവിടെ അത് 3ാമത്തെ ടോപ്പിക്കാണ്. പിന്നെ പ്രൊട്ടക്ഷൻ ഓഫ് വൾണറബിൾ സെക്ഷൻസ്, ഇത് നമ്മൾ നേരത്തെ ഉണ്ടായിരുന്നതാണ്. പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ് ഗാർഡിംഗ് ഓഫ് വിമൻ നേരത്തെ ഉണ്ടായിരുന്നതാണ്. പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ് ഗാർഡിംഗ് ഓഫ് ചിൽഡ്രൻ ഇത്രയും വരെ അതിലുണ്ടായിരുന്നുള്ളൂ. ഇവിടെ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആൻഡ് മാൽ അഡ്മിനിസ്ട്രേഷൻ എക്സ്ട്രാ ആയിട്ട് പഠിക്കാനുണ്ട്. പബ്ലിക് സർവൻറ്റ്, ദ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽസ് ആക്ട് 1985, ഇത് കുറച്ചും കൂടെ, അവിടെ 5 ടോപ്പിക് ആയിരുന്നെങ്കിൽ ഇവിടെ 9 ടോപ്പിക്ക് പഠിക്കാനുണ്ട്. കറണ്ട് അഫയേഴ്സ് 15 മാർക്സ് ആണ്. 20 മാർക്സ് എന്നുള്ളത് 15 മാർക്സിലേക്ക് ഒതുങ്ങിയിട്ടുണ്ട്. മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി, മാത്സ് 5 മാർക്ക്, മെന്റൽ എബിലിറ്റി 5 മാർക്ക്. ടോപ്പിക്സ് ഒക്കെ സെയിം തന്നെയാണ്, വ്യത്യാസമൊന്നും ഇല്ല. ഓക്കെ, അത് കഴിഞ്ഞ് ഇംഗ്ലീഷും ടോപ്പിക് സെയിം തന്നെയാണ്, 5 മാർക്ക്. അതിൽ ഗ്രാമർ 5, വൊക്കാബുലറി 5, മലയാളം 10 മാർക്ക്. ഇത്രയാണ് ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ്. ഞാൻ ഈ പറഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മുതലായ പരീക്ഷകളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ്. ഇങ്ങനെ ഓരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോസ്റ്റുകളിലേക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് PSC ഡീറ്റെയിൽ ആയിട്ട് തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ആയിട്ട് ഞാൻ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് എല്ലാം അതിലിട്ട് തരുന്നതാണ്, നോട്ട്സും പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ജോയിൻ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും കാണാം. താങ്ക്